ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് OA എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1+3+5+etc+99 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ: ഇവിടെ 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. 1, 3, 5 ഇത് ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സമ്മ് എസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. n സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n ഈസ് ഈക്വൽ ടു സംഖ്യകളുടെ എണ്ണം n ഈസ് ഈക്വൽ ടു Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ D പ്ലസ് 1. സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള പൊതുവ്യത്യാസം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 1, 3, 5 അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2. അപ്പോൾ ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, എണ്ണൽ സംഖ്യകളൊക്കെ സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. അപ്പോൾ ഇവിടെ n സംഖ്യകളുടെ എണ്ണം, Tn അവസാനത്തെ സംഖ്യ, T1 ആദ്യത്തെ സംഖ്യ, D പൊതുവ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടെ Tn അവസാനത്തെ സംഖ്യ 99, T1 ആദ്യത്തെ സംഖ്യ 1, പൊതുവ്യത്യാസം D 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഈസ് ഈക്വൽ ടു 99 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. 99 മൈനസ് 1 98/2 പ്ലസ് 1. 98/2 49, 49 പ്ലസ് 1 50. n 50 എന്ന് കിട്ടി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സം എസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ, അതായത് 50 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികർണത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്ററും അതിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം 216 സെൻറ്റിമീറ്റർ സ്ക്വയറും ആയാൽ രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എത്രയായിരിക്കും? സൊല്യൂഷൻ: ഈ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ സമഭുജ ത്രികോണത്തിൻ്റെ വികർണത്തിൻ്റെ നീളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ത്രികോണത്തിന് വികർണം ഇല്ല. വികർണം ഉള്ളത് സ്ക്വയർ, റെക്റ്റാങ്കിള്, റോംബസ്, ഇതിനൊക്കെയാണ് വികർണങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എററുണ്ട്. മിക്കവാറും ഇത് സമഭുജ സാമാന്തരികം ആകാനാണ് സാധ്യത. കാരണം ഇവിടെ 2 വികർണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത് സമഭുജ സാമാന്തരികമെന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ സമഭുജ സാമാന്തരികമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സമഭുജ സാമാന്തരികം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ റോംബസ് എന്ന് പറയും. അപ്പോൾ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏരിയ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. D1 ഉം D2 ഡയഗണൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ എ തന്നിട്ടുണ്ട് 216 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു വികർണത്തിൻ്റെ നീളം, വികർണം എന്ന് വെച്ചാൽ ഡയഗണൽ. അപ്പോൾ ഇവിടെ ഒരു വികർണം D1 ആയിട്ട് എടുക്കാം. D1 18 സെൻറ്റിമീറ്റർ, D2 കണ്ടുപിടിക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ 216 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 18 ഇൻറ്റു D2. അപ്പോൾ ഇവിടെ 2, 9, 18. അപ്പോൾ D2 ഈസ് ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആണ് ആൻസർ, ഓപ്ഷൻ എ. ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ഡിലീറ്റ് ആവുമായിരിക്കും. അടുത്ത ചോദ്യം, 2⁵ ഇൻറ്റു 2³ ഇൻറ്റു 3² ഇൻറ്റു 3⁴ ഇൻറ്റു 5² ഡിവൈഡഡ് ബൈ 2⁶ ഇൻറ്റു
3 ക്യൂബ് ഇൻറ്റു 5⁴ ഇൻറ്റു 6 ഓൾ റൈസ് ടു -1 ലഘൂകരിച്ചാൽ കിട്ടുന്നത്. സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2⁵ ഇൻറ്റു 2 ക്യൂബ് അത് 2⁸. അതായത് a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+n. അങ്ങനെ 2⁸ വന്നു. ഇൻറ്റു 3² ഇൻറ്റു 3⁴. അതുപോലെ a⁻m ഇൻറ്റു a⁻n. അപ്പോൾ 3⁻6 ഇൻറ്റു 5² ഡിവൈഡഡ് ബൈ 2⁻6 ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5⁴ ഇൻറ്റു 6⁻⁻1 ഈസ് ഈക്വൽ ടു 2⁸/2�6 2² വരും. അതായത് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m−n. അപ്പോൾ ഇവിടെ 2² ഇൻറ്റു അതുപോലെ 3⁻6/3 ക്യൂബ് അത് a⁻m/a⁻n ആവുമ്പോൾ 3 ക്യൂബ് ഇൻറ്റു ആണോ നോക്കിക്കേ 5²/5⁴ ആണ്. അപ്പോൾ ഇത് a⁻m/a⁻n ആകുമ്പം ഇവിടെ താഴെയാണ് ഡിനോമിനേറ്ററിലാണ് 5² വരുന്നത്. അതായത് 5⁴ - 2 ഇൻറ്റു 6⁻⁻1. വലിയ സംഖ്യ എന്ന് വേണമല്ലോ ചെറിയ സംഖ്യ കുറയ്ക്കാൻ. അതാണ് ഡിനോമിനേറ്ററിൽ 5² വന്നത്. ഈസ് ഈക്വൽ ടു 2² 4 3 ക്യൂബ് 27 ഡിവൈഡഡ് ബൈ 5² 25 ഇൻറ്റു 6⁻⁻1 ഈസ് ഈക്വൽ ടു 2 കൊണ്ട് 2 2 4 2 3 6 3 9 27. അപ്പോൾ ഇത് 2 ഇൻറ്റു 9 18/25 ഓൾ റൈസ് ടു -1 ഈസ് ഈക്വൽ ടു. ഇനി ഈ പവറിനെ -1 +1 ആക്കാം. പവറിലെ സൈൻ ചേഞ്ച് ആകുമ്പം ഇവിടെ ഈ ബേസിലുള്ളതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇവിടെ പവർ -1 എന്നുള്ളത് +1 ആവുക, സൈൻ ചേഞ്ച് ആവുക. അപ്പം ബേസിൻ്റെ റെസിപ്രോക്കൽ അതായത് 18/25 എന്നുള്ളത് റെസിപ്രോക്കൽ എടുക്കുമ്പം 25/18⁻1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 25/18 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 4 11 30 67 ഡാഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? സൊല്യൂഷൻ ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 4 11 30 67 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 1 ക്യൂബ് + 3 ഈസ് ഈക്വൽ ടു 4 2 ക്യൂബ് + 3 2 ക്യൂബ് 8 8 + 3 11 3 ക്യൂബ് + 3 3 ക്യൂബ് 27 27 + 3 30 4 ക്യൂബ് + 3 4 ക്യൂബ് 64 64 + 3 67 ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. 1 ക്യൂബ് + 3 2 ക്യൂബ് + 3 3 ക്യൂബ് + 3 4 ക്യൂബ് + 3. അപ്പോൾ ഇനി അടുത്തത് 5 ക്യൂബ് + 3 ആയിരിക്കും. 5 ക്യൂബ് + 3 ഈസ് ഈക്വൽ ടു 5 ക്യൂബ് 125 125 + 3 128 ആണ് അടുത്ത പദം. ആൻസർ ഓപ്ഷൻ ബി. ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് ഇങ്ങനെയുള്ള സീരീസ് കാണുമ്പോൾ ഇത് തന്നെ മൈൻഡിലോട്ട് വന്നോളും കേട്ടോ. ഓക്കെ.
അടുത്ത ചോദ്യം, എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷനെ സൂചിപ്പിച്ചാൽ 8b 12a 18d 6c2 എന്തായിരിക്കും? സൊല്യൂഷൻ, ഇവിടെ തന്നിരിക്കുന്ന പോലെ എക്കും ബിക്കും സിക്കും ഡിക്കും സൈൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 8 ബിയുടെ സൈൻ ഇൻറ്റു ആണ്, 8 ഇൻറ്റു 12, എയുടെ സൈൻ പ്ലസ്, 12 പ്ലസ് 18, ഡിയുടെ സൈൻ ഡിവിഷനാണ്, അപ്പോൾ ഡിവിഷൻ ഇട്ട് കൊടുക്കുക, 18/6, സിയുടെ സൈൻ മൈനസ് ആണ്, -2. ഇനി ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്, അതായത് 18/6 3. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ 8 ഇൻറ്റു 12 96. അപ്പോൾ ഇത് 96 പ്ലസ് 3 -2 എന്ന് വരും. ഇനി ഇവിടെ ചെയ്യേണ്ടത് അഡീഷൻ, 96 3 99. ഇനി ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ, 99 -2 = 97 ആണ് ആൻസർ, ഓപ്ഷൻ സി. ചോദ്യം, താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത്? ത്രികോണം, ചതുരം, ചാപം, വൃത്തം. സൊല്യൂഷൻ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഉത്തരം ചാപമാണെന്ന്. അതായത് ത്രികോണം, ചതുരം, വൃത്തം, ഇത് മൂന്നും ഓരോ രൂപങ്ങളാണ്. അതായത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഓരോ രൂപങ്ങളാണ് ത്രികോണവും ചതുരവും വൃത്തവും. വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ് ചാപം. ചാപം എന്ന് വെച്ചാൽ ആർക്ക്, അത് വൃത്തത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ ചാപമാണ് ഒറ്റയാൻ, ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഗോളം (4πr²), ഡബിൾ ((3πr²). സൊല്യൂഷൻ, ഇവിടെ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് 4πr². അതുപോലെ 3πr² അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി, അർദ്ധഗോളമാണ്. അടുത്ത ചോദ്യം, വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കണം. ഫിഗർ വരയ്ക്കുന്നതിന് മുന്നേ ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇതാണ് ഡയറക്ഷനെ സംബന്ധിക്കുന്ന ഫിഗർ. ഇവിടെ മുകളിൽ നോർത്ത് വരും, താഴെ സൗത്ത് വരും, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് വരും, റൈറ്റ് സൈഡിൽ ഈസ്റ്റ് വരും. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതിനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഈ വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് വെച്ചങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഇനി ഫിഗർ വരയ്ക്കാം. അപ്പം ഇവിടെ ഈ ഒരു പോയിന്റ്, ഇവിടെയാണ് വിവേക് നിൽക്കുന്നത്. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ ഇവിടുന്ന് 10 കിലോമീറ്റർ തെക്കോട്ട്, സൗത്തിലോട്ട്. ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടുന്ന് പടിഞ്ഞാറെന്ന് പറയുമ്പം ലെഫ്റ്റ് സൈഡിലോട്ട് 4 കിലോമീറ്റർ നടന്നു പടിഞ്ഞാറോട്ട്. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടുന്ന് വടക്കോട്ട് 5 കിലോമീറ്റർ, നോർത്തിലാവുമ്പോൾ മുകളിലോട്ട്. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടുന്ന് കിഴക്കോട്ട്, ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് 4 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് പോന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ചോദ്യം, പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണെന്ന്. പ്രാരംഭ ദിശയെന്ന് വെച്ചാൽ തുടക്കം, ആദ്യം ഉണ്ടായിരുന്ന ദിശ. അപ്പോൾ ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി.
അതായത് ഇതിന് നേരെ താഴെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് സൗത്താണ്, സൗത്ത് ഡയറക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. തെക്കാണ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 15 × 7 + 3 / 5 - 3 = എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യണം. 15 × 7 + 3 / 5 - 3 കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷനാണ്. അതായത് 7 + 3 10. ബ്രാക്കറ്റിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പം ഈ ബ്രാക്കറ്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് 15 × 10 / 5 - 3 എന്ന് വരും. = ഇനി ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ഡിവിഷനാണ്. അപ്പോൾ ഇത് 10/5 2. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് 15 × 2 30. ഇനി ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ. അപ്പം 30 - 3 27. 27 ആൻസർ, ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 0.0004 + 0.00004 എത്ര കൂടുതലാണ് 2/5? സൊല്യൂഷൻ. കണ്ടുപിടിക്കേണ്ട സംഖ്യനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 0.0004 + 0.00004 + x = 2/5. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യകളുടെ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് ഇവിടെ ഇപ്പം ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അത് ഈ 2/5 നിന്ന് കുറച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ 0.0004 + 0.00004 44000.0. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം 0.00044 + x = 2/5. 2/5 0.4 ആണ്. അപ്പോൾ x = 0.4 - 0.00044. 0.4 - 0.00044. അപ്പോൾ ഇവിടെ 4 സീറോയും കൂടെ റൈറ്റ് സൈഡിൽ കൊടുക്കാം, സബ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 4 6 10 5 5 10 1 9 10 1 9 10 പിന്നെ 1 4 നിന്ന് 1 പോയാൽ 3.0. അപ്പോൾ ഇത് 0.39956 എന്ന് വരും. ആൻസർ ഓപ്ഷൻ ഡി. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങളുടെ മാർക്കൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.